ഇത് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ദേവസഹായം ഒത്തിരി പോപ്പുലറായി തീർന്ന അറിയപ്പെടുന്നൊരു മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ തീർന്നതിന് കാരണക്കാരനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പോകാൻ പോവുകയാണ്. അത് മറ്റാരുമല്ല, ബ്രദർ പോൾ ചിന്നപ്പ SJ. ഒരു ജെസ്യൂട്ടുകാരനായ ഒരു ബ്രദറാണ് പ്രിയപ്പെട്ട ദേവസഹായത്തെ ആൾക്കാരുടെ ഇടയിൽ ഇത്രയേറെ പ്രശസ്തനാക്കി മാറ്റുവാനായി അഹോരാത്രം പണിയെടുത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റി നമ്മോടിപ്പോൾ പങ്കുവെക്കുന്നത് തക്കര രൂപതയുടെ വികാരി ജനറലായ ഫാദർ തോമസ് പൗവത്തുപറമ്പിലച്ചനാണ്. പ്രിയപ്പെട്ട പൗവത്തുപറമ്പിലച്ചൻ്റെ വാക്കുകളിലേക്ക് പോകാം. അച്ഛൻ തന്നെ എങ്ങനെ ഈ ബ്രദർ ചിന്നപ്പ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങിയെന്നും സഭയ്ക്ക് വേണ്ടി അഹോരാത്രം ദേവസഹായം പിള്ളയെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കാനായി കഷ്ടപ്പെട്ടുവെന്നുമെല്ലാം നമ്മളിപ്പോൾ അച്ഛൻ പറയും. അച്ഛൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. വിശുദ്ധ ദൈവസഹായത്തിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ ഇടയാക്കിയത് ഈശോ സഭ ബ്രദറായ പോൾ ചിന്നപ്പനാണ്. ഞാൻ നാഗർകോവിൽ അൽഫോൻസ ചർച്ചിലായിരിക്കുന്ന സമയങ്ങളിൽ ഇദ്ദേഹം തമിഴിലുള്ള ലീഫ്ലെറ്റുകളുമായി എൻ്റെ അടുത്ത് വരുമായിരുന്നു. അത് മലയാളത്തിലേക്ക് മൊഴി പകർത്തുവാനായിട്ട്, ഭാഷ മാറ്റുവാനായിട്ട് കൊണ്ടുവരുമായിരുന്നു. ആ ഓരോ ലീഫ്ലെറ്റുകളും മലയാളത്തിലേക്ക് പകർത്തി ഞാൻ കൊടുക്കുമായിരുന്നു. അതടുത്ത നാളുകളിലെല്ലാം പ്രിൻ്റ് ചെയ്ത് കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഈ ബ്രദർ അവിടെ പോയിരുന്ന് കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന് ധീരത കാട്ടിയവനും എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിശ്വാസത്തിൽ ജീവിച്ചവനുമായ വിശുദ്ധ തോമാസ് ലീഹായുടെ ദൃഢവിശ്വാസത്തിൻ്റെ ഉത്തമ മാതൃകയാണ് വിശുദ്ധ ദൈവസഹായം. ദൈവസഹായം പിള്ളയെ അദ്ദേഹം മരിച്ച ആ നാളിലിരുന്ന് ആളുകൾ ഒരു വിശുദ്ധനായി കരുതിയിരുന്നു. അതിനുള്ള ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് 18-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട വർത്തമാന പുസ്തകത്തിൽ 49-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പാറേമാക്കൽ തോമാക്കത്തനാരും മാർ കരിയാറ്റിയും കൂടെ കൊല്ലത്തിലിരുന്ന് ദൈവസഹായം പിള്ളയുടെ ലത്തീനിലേക്ക് ഭാഷാന്തരം ചെയ്ത ജീവചരിത്രവുമായി കോട്ടാറിൽ വന്ന് അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ പ്രാർത്ഥിച്ച് തൂത്തുക്കുടി വഴി റോമിലേക്ക് പോയ സംഭവം. അതിൽ കുറിക്കുന്നത് ഞങ്ങളുടെ സഭയിൽ നിന്നുള്ള വിശ്വാസത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച വ്യക്തിയാണ്, വളരെയധികം പീഡകൾ സഹിച്ച് കടന്നുപോയ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കണമെന്ന് മാർപ്പാപ്പായോടുള്ള ആഹ്വാനമാണ്. ആ ബുക്ക് അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചു. എന്നാൽ തുടർന്ന് അതിൻ്റെ ഫോളോ അപ്പുകൾ നടക്കാത്തതിനാൽ അത് തുടർന്നില്ല. എന്നാൽ ഈ നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ അത് സാധിച്ചതിൽ നമുക്ക് സന്തോഷിക്കാം. പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധനും കാലഘട്ടത്തിനുള്ള ഉത്തരമാണ്. സുവിശേഷം ഈ കാലഘട്ടത്തിൽ ഇവിടെ എങ്ങനെ ജീവിക്കാം, ഗോസ്പൽ സിംപ്ലിഫൈഡ് അല്ലെങ്കിൽ ഗോസ്പൽ ഇൻകൾച്ചറേറ്റഡ് എന്ന് വേണം പറയാം. ഓരോ വിശുദ്ധനും പ്രത്യേകിച്ച് നമ്മുടെ ഈ 300 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ സുവിശേഷം ജീവിക്കാമെന്ന് ആ കാലഘട്ടത്തിൽ കാട്ടിക്കൊടുത്ത ആളാണ് ദേവസഹായം. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധനെപ്പറ്റി പ്രഘോഷിക്കുന്നത് തന്നെ സുവിശേഷ പ്രഘോഷമാണ്, ഈശോയെ പ്രഘോഷിക്കുക. അതുതന്നെയാണ് നമ്മളിപ്പോൾ കേട്ട ബ്രദർ പോൾ ചിന്നപ്പ ചെയ്ത സുവിശേഷ പ്രഘോഷണം. ദേവസഹായം പിള്ളയോടുള്ള നമ്മളുടെ ഭക്തി കൂടുതൽ കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം പോപ്പുലറൈസ് ചെയ്യുന്നതിൽ ഷാലോം വഹിച്ച പങ്ക് വളരെ വലുതാണ്. പ്രത്യേകിച്ച് 2000 ആണ്ടോടൊക്കെ അടുപ്പിച്ച് അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തുന്നതിന് മുമ്പായി തന്നെ ഷാലോമിൽ പ്രിയപ്പെട്ട ബെന്നിസാർ എഴുതിയ ഒരു എഡിറ്റോറിയൽ അത് ഒത്തിരി ഡിസ്കസ് ചെയ്യും. അങ്ങനെയാണ് പലരും കേരളത്തിലും സമീപ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനൊരു വിശുദ്ധൻ തന്നെ ജീവിച്ചിരുന്നു എന്ന് പോലും അറിഞ്ഞത്. നമുക്കൊരു നിമിഷം നമ്മുടെ പ്രിയപ്പെട്ട ജോസഫേട്ടനോട്, ഷാലോമിൻ്റെ സൺഡേ ഷാലോമിൻ്റെ അസിസ്റ്റന്റ് എഡിറ്ററായ ജോസഫേട്ടനിലേക്ക് പോകാം. ചേട്ടാ, എങ്ങനെയാണ് ഷാലോം ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് ഈ ഒരു വിശുദ്ധനെ പോപ്പുലറൈസ് ചെയ്യുന്നതിൽ? 2000-ലാണ് സൺഡേ ഷാലോം ഇങ്ങനെ ഒരു എഡിറ്റോറിയലും ഈ മഹാവിശുദ്ധനെ കുറിച്ചുള്ള ഒരു സപ്ലിമെൻ്റ് ഇറക്കുന്നത്. അതിന് നമുക്ക് നിമിത്തമായ ഒരു പേര് ബ്രദർ പോൾ ചിന്നപ്പ SJ ആണ്. ആ സമയത്ത് ഈ മഹാവിശുദ്ധൻ കേരളത്തിൽ ഒരു മലയാളിയാണെന്ന കാര്യം പോലും ഈ നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ല. കാരണം ആ സമയത്ത് തിരുവിതാംകൂർ ഈ അദ്ദേഹം ജനിച്ച കന്യാകുമാരി തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അത്ര പോപ്പുലർ അല്ല. ഇദ്ദേഹം സഹിച്ച സഹനങ്ങളും അധികം ആളുകളുടെ കയ്യിൽ എത്തിയിട്ടില്ലായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ വിവരണങ്ങളാണ്
പെട്ടെന്നൊരു ഇദ്ദേഹത്തിൻ്റെ സഹനങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കാരണമായത്. ആ സമയം 2000 2003 നാമകരണ നടപടികൾ തുടങ്ങിയത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അതിനുശേഷം യഥാർത്ഥത്തിൽ ഈ പോൾ ചിന്നപ്പ ബ്രദർ 1999 കാറ്റാടി മലയിലെത്തുന്നത്. അതിനൊരു നിമിത്തമുണ്ട്. അദ്ദേഹം രാമനാഥപുരം എന്ന സ്ഥലത്ത് ഒരു ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്താണ് യാദൃശ്ചികമായി വായിച്ച ഒരു ലേഖനത്തിലൂടെയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത്. അദ്ദേഹം 15-ാം വയസ്സിൽ കേട്ടിട്ടുണ്ട്, പക്ഷേ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ടൊന്നും മാറുന്നില്ല. ഈ ലേഖനത്തിൽ ഉണ്ടായിരുന്ന ഈ ദേവസഹായത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആഴമേറിയ പഠനങ്ങളായിരുന്നു. അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയൊരു ചിന്തയുണ്ടായി, കാറ്റാടി മല ഒന്ന് സന്ദർശിക്കണം. അങ്ങനെ സുപ്പീരിയറിനെ കൂട്ടി ഒരു സംഘമായിട്ടാണ് അവർ പോകുന്നത്. അവിടെ ചെന്ന് കണ്ടു, തിരിച്ചു പോകുന്നു. ഒരു ദിവസം അവിടെ താമസിക്കുന്നുണ്ട്. തിരിച്ചു പോകുന്നു. ഇവരുടെ ആശ്രമത്തിൽ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഉൾവിളി ഉണ്ടായി, തിരിച്ചു വീണ്ടും കാറ്റാടി മലയിലേക്ക് പോകണം, തൻ്റെ പ്രവർത്തന മണ്ഡലം അതാണ് എന്നുള്ളൊരു ചിന്ത ഇദ്ദേഹത്തിനുണ്ടാകുന്നു. അദ്ദേഹം അധികാരികൾക്ക് കത്തെഴുതുന്നു. ഒരാഴ്ചക്കുള്ളിൽ അനുവാദം കിട്ടുന്നു. അങ്ങനെ 1999 മെയ് 28 വീണ്ടും തിരിച്ച് അന്ന് നാഗർകോവിലേക്കാണ് വരുന്നത്. കാറ്റാടി മലയുടെ അടുത്തുള്ള ഈ നാഗർകോവിലിൽ വന്ന് അദ്ദേഹം പിന്നെ അടുത്ത 15 വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതം അവിടെ തന്നെയായിരുന്നു, ശുശ്രൂഷ ജീവിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇടപെടൽ ഒരു സ്വർഗീയമായ ഒരു ഇടപെടലായിരുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം വന്ന് ഉടനെ തന്നെ 4 ഭാഷകളിൽ പുസ്തകങ്ങൾ ഇറക്കി. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം. ഈ പുസ്തകങ്ങൾ ഏതാണ്ട് 3 ലക്ഷം കോപ്പികൾ അടിച്ചു എന്നാണ് കണക്ക്. അത് വളരെ പെട്ടെന്ന് തന്നെ പോപ്പുലറായി. അതുമാത്രമല്ല, ആ സമയത്ത് അവിടെ കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ തുടങ്ങി. സ്വർഗം ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെ ആശീർവദിക്കാൻ തുടങ്ങി എന്നാണ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിചാരിക്കാം. അതുമാത്രമല്ല, ഈ 2012 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നത്. അതിന് തൊട്ടു മുമ്പ് 2011 നമ്മുടെ പോൾ ചിന്നപ്പ ബ്രദറിൻ്റെ മെമ്മറി നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം ഏതാണ്ട് ഒരു മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ എല്ലാവരും വിചാരിച്ച് ഇദ്ദേഹം മരണത്തിലൂടെ ഏതാണ്ട് മരിച്ചു എന്ന് തന്നെയാണ് കണക്കുകൂട്ടിയത്. ഈ ബ്രദറിൻ്റെ ഒരു വലിയ ജീവിത അഭിലാഷമായിരുന്നു ഇദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി കണ്ടതിന് ശേഷം മരിക്കണമെന്ന്. ഏതായാലും വാഴ്ത്തപ്പെട്ട ദേവസഹായത്തിൻ്റെ, അന്ന് വാഴ്ത്തപ്പെട്ടവനായിട്ടില്ല, ദേവസഹായത്തിൻ്റെ മധ്യസ്ഥത കൊണ്ടുകൂടി ആവാം അദ്ദേഹത്തിന് ആ ഓർമ്മ തിരിച്ചു കിട്ടുകയും പിന്നീട് ഈ വാഴ്ത്തപ്പെട്ട ആ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയും അതിനുശേഷം വീണ്ടും 2014 അദ്ദേഹം മരിക്കുന്നത്. വീണ്ടും 2 വർഷം കൂടി അദ്ദേഹത്തിന് ആയുസ് നീട്ടി കിട്ടി. വാഴ്ത്തപ്പെട്ട ദേവസഹായത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അദ്ദേഹത്തിന് പീഡാസഹനത്തിൻ്റെ ഭാഗങ്ങളാണ്. ഏകദേശം 33-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈശോയെ അറിയുന്നത് ഡിലനോയിലൂടെ. ജീവിതത്തിൽ എല്ലാം സ്മൂത്തായി പോരുന്ന സമയത്താണ് ഒത്തിരി വീട്ടിൽ തകർച്ചകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങളൊക്കെ വന്ന് കുറേ തകർച്ചകളിലൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹം ഡിലനോയോട് സംസാരിക്കുകയും വിഷമങ്ങൾ പറയുകയും ചെയ്തപ്പോൾ ഡിലനോയാണ് പറഞ്ഞു കൊടുത്തത്, സുവിശേഷത്തിനൊരു കഥാപാത്രമുണ്ട്, ജോബിൻ്റെ ജീവിതത്തിൽ തകർച്ചകളുണ്ടായി, എല്ലാം എടുത്തു വിശ്വാസം ഒഴിച്ച്. അപ്പോൾ ദൈവം അവനെ പിന്നീട് കരകയറ്റിയെന്ന്. ഡിലനോയിലൂടെ സുവിശേഷത്തിലെ ഈശോയെ മനസ്സിലാക്കിയ ദേവസഹായത്തിൻ്റെ ജീവിതം പിന്നീട് ഈശോയെ എങ്ങനെ അനുഗമിക്കാം, കൂടുതൽ സ്നേഹിക്കാം, കൂടുതൽ സഹനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കാം എന്നുള്ള വഴിക്കായി. അങ്ങനെയാണ് അദ്ദേഹം മാമോദിസ സ്വീകരിച്ച് 33-ാമത്തെ വയസ്സിൽ ഒരു കത്തോലിക്കനായി മാറുന്നത്. പിന്നീട് 3-4 വർഷങ്ങൾ കുറച്ചൊക്കെ സ്മൂത്തായി പോയെങ്കിലും അവസാനത്തെ 3 വർഷങ്ങൾ, 7 വർഷത്തിലെ അവസാനത്തെ 40-ാം വയസ്സിലാണ് അദ്ദേഹം രക്തസാക്ഷിയാവുന്നത്. 3 വർഷങ്ങൾ തീരാത്ത പീഡാസഹനങ്ങളുടെ വഴികളായിരുന്നു. ഏകദേശം ക്രിസ്തു സഹിച്ചതുപോലെ 14 പീഡാസഹനങ്ങളിലൂടെയും 5 തിരുമുറിവുകളിലൂടെയും ഈ വിശുദ്ധൻ കടന്നുപോയി എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ്. നമുക്ക് ഈ നിമിഷം അദ്ദേഹം കടന്നുപോയ 14 പീഡാസഹനങ്ങളിലൂടെ ഒരു യാത്ര പോകാം. അദ്ദേഹം രാജാവിന് മുന്നിൽ അക്യൂസ് ചെയ്യപ്പെടുന്നു. പിന്നീട് അദ്ദേഹത്തെ എരുമയുടെ പുറത്ത് കയറ്റി അപമാനിതനായി വഴിതിൽ കൊണ്ടുപോകുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിടുന്നു, അദ്ദേഹത്തെ ഒരു മരത്തിൽ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നു, തെരുവിധിയിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ 14 പീഡാസഹനങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. തീയിലൂടെ അദ്ദേഹത്തെ പുകയ്ക്കപ്പെട്ടു. അദ്ദേഹത്തിന് മുളക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വാരിയിട്ട് അത് തീയിലിട്ടു. അദ്ദേഹത്തെ ഒരു ജീവിയെപ്പോലെ വലിച്ചിഴച്ചു. ഒടുക്കം കാറ്റാടി മലയിൽ വെച്ച് അദ്ദേഹം തോക്കിന് മുൻപിൽ ജീവത്യാഗം പിടിയുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ കടന്നു പോയതുപോലെ 14 പീഡാസഹനങ്ങൾ, ഈശോയുടെ കുരിശിൻ്റെ വഴി പോലെ 14 സ്ഥലങ്ങൾ, ഒപ്പം 5 തിരുമുറിവുകൾ. കാരണം 5 വെടിയുണ്ടകളേറ്റാണ് അദ്ദേഹം മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. പ്രിയപ്പെട്ട അച്ഛാ, നമുക്ക് ഈ നിമിഷം ഈ ക്രൈസ്തവ ജീവിതം ഒരിക്കലും സഹനങ്ങൾ ഒടുക്കമില്ലാത്ത ജീവിതമാണല്ലോ. ശരിക്കും വളരെ ഒത്തിരി സഹനം വന്നപ്പോഴായിരുന്നല്ലോ ദേവസഹായം
ഈശോയെ പറ്റി അറിഞ്ഞതും മാമോസ സ്വീകരിച്ചതും. പക്ഷേ സഹനത്തിന് അറിഞ്ഞതുകൊണ്ട് അത് വീണ്ടും സഹനത്തിന് പീക്കിലേക്കുള്ള യാത്രയായിരുന്നു. ശരിക്ക് സഹിക്കുന്ന ഈശോയോടൊപ്പം നടക്കുക എന്ന് പറഞ്ഞാൽ സഹനമില്ലാത്ത ജീവിതമല്ലല്ലോ. പക്ഷേ സഹനത്തിൽ എങ്ങനെ സന്തോഷപൂർവ്വം കുരിശെടുക്കാം എന്നുള്ള വഴി മാത്രമല്ല ഈശോ പറഞ്ഞിരുന്നുള്ളൂ. നമുക്ക് എങ്ങനെ ഒരു ഈശോയോടൊപ്പം സഹിക്കാം, ഈശോയോടൊപ്പം കുരിശെടുക്കാം? വളരെ നല്ലൊരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ധാർമ്മിക ശാസ്ത്രം പഠിക്കുന്ന സമയത്ത് കൃത്യമായി പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വേദന എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ പെയിൻ. രണ്ടാമത്തേത് സഫറിങ്. ഈ 2 കാര്യങ്ങളാണ് പറയുന്നത്. വേദനയും കഷ്ടപ്പാടുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതേപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പറയാം കെയർ ആൻഡ് ക്യൂർ. അത് നമുക്കങ്ങനെ പറയാം രോഗശമനം അല്ലെങ്കിൽ പരിചരണം. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയ ധാർമ്മികത പഠിപ്പിക്കുന്ന രീതി അനുസരിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകൾ ഈശോ നമുക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളോട് ചേർത്ത് വയ്ക്കുന്ന സമയത്ത് അത് അലിഞ്ഞില്ലാതാവുന്നൊരു പ്രവർത്തനം തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. എനിക്ക് ഏറ്റവും അധികം എന്നെ സ്പർശിച്ചൊരു കാര്യം, നമുക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പട്ടാളക്കാരൻ ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ കാലോ കയ്യോ നഷ്ടപ്പെട്ടാലും അദ്ദേഹത്തിന് സന്തോഷമുള്ളൂ, അല്ലേ? ഫോർ എ ബെറ്റർ കോസ്. ഫോർ എ ബെറ്റർ കോസ്. അപ്പോൾ അദ്ദേഹത്തിന് അത് സ്വന്തം ജീവിതത്തിൽ അത് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നു. വലിയ സന്തോഷമാണ് അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടാവുക. കാരണം നാടിന് വേണ്ടി എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചല്ലോ. അപ്പോൾ ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അദ്ദേഹം സഹിച്ച വേദനകൾ ഈശോയോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ പേരിലാണ് അത് ഏറ്റെടുക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടെ നമുക്ക് ആ ഇമേജസ് നോക്കിയാൽ അറിയാൻ പറ്റും. ഗ്രേറ്റർ കോസ്. അപ്പോൾ അത്രയധികം സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത്. ആ സങ്കടങ്ങളിലും വേദനകളിലൊക്കെ ആ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അനുഭവിക്കാൻ സാധിച്ചു. കാരണം അതാണല്ലോ പറയുന്നത്, ബൈബിൾ പറയുന്നില്ലേ, ഷദ്രാക്ക് മെഷാക്ക് അബ്ദനെഗോ അവരൊക്കെ ഈ അഗ്നിയുടെ തീയിൽ എരിഞ്ഞപ്പോഴും അവരുടെ മുഖത്ത് ആനന്ദത്തോടുകൂടെ അവർ നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷം നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവർക്ക് എത്ര സഹനങ്ങളുണ്ടായാലും ആ ജീവിതത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ള ഉറപ്പാണ് എനിക്ക്. കാരണം ആദിമ ക്രിസ്ത്യാനികൾ കാണിച്ചു തന്ന അതേ ജീവിതാനുഭവം തന്നെ ആയിരുന്നു നീലകണ്ഠനും എല്ലാവർക്കും മുന്നിൽ കാട്ടിക്കൊടുത്തത്. കാരണം അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ഒത്തിരിയേറെ സാഹചര്യങ്ങളുണ്ടായിരുന്നു. പടയാളികൾ തന്നെ അദ്ദേഹത്തെ രക്ഷിക്കുവാനായി, അദ്ദേഹത്തിന് ആരാച്ചാർ വരെ അദ്ദേഹത്തെ രക്ഷിക്കുവാനായിട്ട് അവസരങ്ങൾ ഒരുക്കിക്കൊടുത്തു. അദ്ദേഹത്തിന് സഹനങ്ങൾ മാറ്റിക്കൊടുത്തു. പക്ഷേ എനിക്കത് വേണ്ട, എനിക്ക് ക്രിസ്തുവിന് രക്തസാക്ഷിയായി തന്നെ മരിച്ചാൽ മതി എന്ന ഉറച്ച ബോധ്യമായിരുന്നു ദൈവസഹായത്തെ ഈ ഒരു കാര്യത്തിലൂടെ കടന്നു പോകാൻ, സഹനത്തിലൂടെ കടന്നു പോകാൻ, കുരിശെടുക്കുവാനായി ഏറ്റവും പ്രേരിപ്പിച്ചതും സഹായിച്ചതും. അവിടെയും ഡിലിനോയുടെ സൗഹൃദം ഒരു മാർഗമായി തീരുന്നുണ്ട്. കാരണം ദൈവസഹായം ഈ ജീവിതം ഞാൻ നയിക്കണോ, ഒരു പക്ഷേ എനിക്ക് എൻ്റെ വിശ്വാസത്തെ വിട്ടിട്ട് മാറിപ്പോകണമോ എന്നൊരു ചെറു ചിന്ത ഉണ്ടായിരുന്നപ്പോഴും, ദാറ്റ് വാസ് എ ക്രൈസിസ് പോയിന്റ്. അങ്ങനെ ഉണ്ടായിരുന്നപ്പോഴും ഡിലിനോയാണ് പറഞ്ഞത്, യു ആർ സ്റ്റാൻഡിങ് ഇൻ ദ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. നീ ക്രിസ്തുവിന് വേണ്ടിയാണ് നിൽക്കുന്നത്. സോ ധീരതയോടുകൂടി ദിസ് എൻറ്റയർ ജേർണി നീ ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ദൈവസഹായത്തിന് അവിടെ വഴി നടത്തിയതും ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ദെയർ ഹോളി ആൻഡ് യുനോ സാങ്ക്ടിഫൈഡ് ജീവിതവും മരണം എനിക്ക് നേട്ടവും എന്ന് പൗലോസ് പറഞ്ഞ കൃത്യം വാക്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പോടെ സഹായിച്ചു. എക്സാക്ട്ലി. വളരെയേറെ സാക്ഷ്യം നിറഞ്ഞ ഈ ഒരു രക്തസാക്ഷിയുടെ ജീവിതത്തെ പറ്റി ഒരിക്കൽ കൂടി നമ്മോട് പങ്കുവെക്കുവാനായി നമ്മോടൊപ്പം മാർത്താണ്ഡം മലങ്കര രൂപതയുടെ പിതാവായ ഡോക്ടർ വിൻസെൻ്റ് മാർ പൗലോസ് നമ്മോടൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നു. പിതാവിൻ്റെ വാക്കുകളിലേക്ക്. മലങ്കര കത്തോലിക്ക സഭയിലെ മാർത്താണ്ഡം രൂപത ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ്. അതിന് ഒരു കാരണം, മാർത്താണ്ഡത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് നട്ടാലം. അവിടെയാണ് വിശുദ്ധ ദേവസഹായം ജനിച്ചു വളർന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പെരുവിള എന്ന് പറയുന്ന സ്ഥലം ഇന്ന് മാർത്താണ്ഡം രൂപതയുടെ സംരക്ഷണത്തിലാണ്. അവിടെയാണ് അദ്ദേഹം 7 മാസം ചെലവഴിച്ചത്. ആരാച്ചാറിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു വേപ്പിൽ കെട്ടിയിട്ടിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിന് തിരുക്കുടുംബത്തിൻ്റെ ദർശനം ലഭിച്ചു. ആരാച്ചാർ മക്കളില്ലായിരുന്നു. വിശുദ്ധ ദേവസഹായത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തിന് ഒരു കുഞ്ഞിനെ ലഭിച്ചു. മാത്രമല്ല ഇന്നും അവിടെ വേപ്പ് മരം ഉണ്ട്. അതിൽ ധാരാളം ആളുകൾ വന്ന് അതിലെ ഇലകൾ എടുത്ത് അത് തേച്ച് ശരീരത്തിൽ പുരട്ടുകയും അത് മരുന്നായിട്ട് ഉപയോഗിക്കുകയും അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. പെരുവിളൈ എന്ന ഈ ഗ്രാമത്തിൽ അദ്ദേഹം 7 മാസം താമസിച്ചു, പീഡകൾ സഹിച്ചു, വേദന അനുഭവിച്ചു. അവിടെ ഇന്നും കടന്നു വരുന്ന എല്ലാ മനുഷ്യർക്കും ആശ്വാസം ലഭിക്കുന്നു, രോഗശാന്തി ലഭിക്കുന്നു. ഇതിൽ മാർത്താണ്ഡം രൂപതയും ഇവിടെ പ്രദേശത്തെ ദൈവമക്കളും സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു.
തുടർന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം കോട്ടയായിരിക്കട്ടെ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. സന്തോഷം പങ്കുവെക്കുന്നു. പ്രിയപ്പെട്ട വിൻസെൻ്റ് പിതാവിന് ഒരിക്കൽ കൂടി ശാലോം കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു, പിതാവിൻ്റെ നല്ല വാക്കുകൾക്കും അനുഗ്രഹത്തിനും. പ്രിയപ്പെട്ടവരെ, സഹിക്കുന്ന ആരും ഒറ്റയ്ക്കല്ല, സ്വർഗം അവനോടൊപ്പമുണ്ട്. അതാണ് ബൈബിളിൽ നമ്മൾ ത്രൂ ഔട്ട് കാണുന്ന മനോഹരമായ ഒരു ചരിത്രം. സഹിക്കുന്ന എല്ലാവർക്കൊപ്പം ദൈവമുണ്ട്. സഹനത്തിൻ്റെ ഒരു അവസ്ഥയിൽ നമുക്ക് സഹിക്കാതിനപ്പുറം സഹനങ്ങൾ അവൻ തരികില്ല എല്ലാം തിരുവചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എപ്പോൾ സഹിക്കുന്നു അപ്പോൾ സ്വർഗത്തിലെ സഹായവും ലഭിക്കുന്നു. മിക്കവാറും ഇടങ്ങളിൽ മാലാഖമാരായിട്ടും ദൈവദൂതന്മാരായിട്ടും സഹിക്കുന്നവരെ ഒപ്പം വന്ന് തഴുകുന്ന അനുഭവങ്ങൾ അതുതന്നെയാണ് നമ്മളിപ്പോൾ പിതാവിൻ്റെ വാക്കുകളിൽ നിന്ന് കേട്ടതും. സഹിച്ചുകൊണ്ടിരുന്ന ദൈവസഹായത്തിൻ്റെ ജീവിതത്തിലേക്ക് ഹോളി ഫാമിലി, പരിശുദ്ധ കുടുംബം തന്നെ സന്ദർശനത്തിൽ വരുന്നു. വലിയ അനുഗ്രഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും നിമിഷങ്ങളായിരുന്നു ദൈവസഹായം. തൻ്റെ വിശ്വാസം തകർന്നു പോകുമോ എന്നും അല്ലെങ്കിൽ തകർച്ച ഈ വേദനകൾക്കിടയിൽ താൻ ദൈവത്തെ വിട്ടുകളയുമോ എന്നൊക്കെ ശങ്കിക്കുന്ന സമയത്താണ് തിരുക്കുടുംബത്തിന് ദർശനം കിട്ടുന്നതും വിശ്വാസം കൂടുതൽ പ്രോജ്വലിക്കുന്നതും. അതോടൊപ്പം തന്നെ ആരാച്ചാരുടെ വീട്ടിലുള്ള 7 മാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി സുവിശേഷ പ്രഘോഷണം നടത്തിയ അനേകം ആത്മാക്കളെ നേടിയ ദിവസങ്ങളായിരുന്നു ആ 7 മാസങ്ങൾ. കാരണം അദ്ദേഹത്തെ പിടിച്ചു കെട്ടി വീട്ടിൽ ആരാച്ചാരുടെ കുടുംബം തന്നെ മാനസാന്തരപ്പെടുന്നു. മക്കളില്ലാതെ അദ്ദേഹത്തിന് കുഞ്ഞിനെ ലഭിക്കുന്നു. അദ്ദേഹത്തെ പീഡിപ്പിക്കാനായി രാജാവ് അറേഞ്ച് ചെയ്തിരുന്ന ഭടന്മാരെല്ലാവരും വിശ്വാസികളായി മാറുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പീഡനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വ്യക്തികളെല്ലാവരും തന്നെ, നാട്ടുകാർ തടിച്ചുകൊണ്ടിരുന്ന വ്യക്തികളെല്ലാവരും തന്നെ ദൈവസ്നേഹത്താൽ നിറയുന്നു. അവരെല്ലാം കർത്താവിലേക്ക് തിരിയുന്നു. അത് വലിയ മാനസാന്തര അനുഭവം, വലിയ ദൈവാനുഭവത്തിൻ്റെ 7 മാസങ്ങൾ. പ്രിയപ്പെട്ടവർ, ഇതാണ് ക്രൈസ്തവ സാക്ഷ്യം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതം കൊണ്ട് സാക്ഷി നൽകുക, സഹനം കൊണ്ടും സന്തോഷം കൊണ്ടും സാക്ഷി നൽകുക. നമുക്ക് ഈ ഒരു ഭാഗം നന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നു. കാരണം എങ്ങനെ നമ്മുടെ ജീവിതം സാക്ഷ്യമുള്ള ജീവിതങ്ങളാവാം. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുവെ മനുഷ്യനൊരു ചിന്തയുണ്ട്, ദൈവം കൈവിട്ടതിൻ്റെ ഒരു ലക്ഷണമാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ സഹനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു എന്നതിൻ്റെ അടയാളങ്ങളായിട്ട് വേണം കാണാൻ. കാരണം സുവിശേഷം പ്രസംഗിക്കുന്ന വേദികളിലൊക്കെ ഉയർന്നു നിൽക്കുന്ന പേരുകൾ ശ്രദ്ധിച്ചാൽ അവരെല്ലാം ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ്. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും എവിടെ ഉയർന്നു നിൽക്കുന്ന പേരുകളെല്ലാം കാലം മറക്കാത്ത എല്ലാ പേരുകളും വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയവരാണ്. എല്ലാ സഹനങ്ങൾക്കും അപ്പുറം സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു മഹത്വീകരണം ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം. അങ്ങനെ അതാണ് നമ്മുടെ ഒരു സഹനത്തിൻ്റെ ഒരു മൂല്യമെന്ന് പറയുന്നത്. നമുക്ക് ഈ നിമിഷം ദൈവസഹായം സഹിച്ച ആരാച്ചാരുടെ 7 മാസത്തോളം പീഡകൾ സഹിച്ച ആരാച്ചാരുടെ വീടുകളിലെ ദൃശ്യങ്ങളിലേക്ക് പോകാം. 1749 മുതൽ 1752 വരെയുള്ള 3 വർഷ കാലഘട്ടത്തിലാണ് ദൈവസഹായം പിള്ളയ്ക്ക് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ പീഡ അനുഭവിക്കേണ്ടി വന്നത്. 1751 മെയ് കാലഘട്ടത്തിൽ അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ച ആരാച്ചാരുടെ വസതിയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ആ പുണ്യ ആത്മാവിനെ ജയിലിൽ പാർപ്പിച്ച ആ വസതിയും അദ്ദേഹത്തെ കെട്ടിയിട്ട സ്ഥലവും അദ്ദേഹത്തിന് ദിവ്യദർശനമുണ്ടായ ആ പുണ്യസ്ഥലവും നമുക്ക് ഒരുമിച്ച് കാണാം. ആരാച്ചാരുടെ വീടിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള പശുത്തൊഴുത്തിനോട് ചേർന്ന ഒരു ഉണങ്ങിയ വേപ്പിൻ്റെ ചുവട്ടിലാണ് അദ്ദേഹത്തെ ബന്ധിച്ചിരുന്നത്. ആ പുണ്യമായ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മുത്തിപ്പേരു പെറ്റ തൂയരേ വാഴ്ക, എം ദേവസഹായം പിള്ളയേ വാഴ്ക. മുത്തിപ്പേരു പെറ്റ തൂയരേ വാഴ്ക. ദിവസം വെറും അരവേർ കഞ്ഞിയും കുറച്ച് വെള്ളവും മാത്രമാണ് അദ്ദേഹത്തിന് നൽകിയിരുന്നത്. പക്ഷേ തന്നെ പീഡിപ്പിച്ച ഭടന്മാരോട് യാതൊരുവിധ ദേഷ്യവും അദ്ദേഹം ഒരു നേരത്തും പുലർത്തിയിരുന്നില്ല. തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി എന്നും അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. തനിക്ക് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുകയും കൊടിയ ചൂടും രാത്രിയിലെ കൊടിയ തണുപ്പും കൊടിയ പീഡനങ്ങളും ഏറ്റുവാങ്ങി അദ്ദേഹത്തിൻ്റെ വിയർപ്പ് തുള്ളികൾ വീണ് ആ വേപ്പ് മരം തളുത്തു എന്നാണ് ചരിത്രം സാക്ഷ്യം വഹിക്കുന്നത്. തണലില്ലാത്ത ആ മരച്ചുവട്ടിൽ കഠിനമായ കാറ്റും വെയിലും കൊടിയ മഞ്ഞും സഹിച്ച് വെറും അരവേർ കഞ്ഞിയും കുറച്ച് വെള്ളവും കൊടുത്ത് അദ്ദേഹത്തെ ഒരു അടിമയെ പോലെയാണ് പടയാളികൾ നോക്കിക്കൊണ്ടിരുന്നത്.
തന്നെ ദ്രോഹിച്ച പടയാളികളോട് യാതൊരുവിധ പരിഭവവും അദ്ദേഹം ഒരു സമയത്തും വച്ചു പുലർത്തിയിരുന്നില്ല. തന്നെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാത്രമാണ് ആ പുണ്യാത്മാവ് ചെയ്തത്. തൻ്റെ കൊടിയ പീഡനങ്ങൾ പോലും പുഞ്ചിരിയോടുകൂടി ഏറ്റുവാങ്ങുന്ന ആ പുണ്യാത്മാവിനെ കണ്ട് ആരാച്ചാർ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. രാജാവിൻ്റെ വധശിക്ഷ നേരിട്ട് നടപ്പാക്കാൻ ഉത്തരവുള്ള ആരാച്ചാർക്ക് ധാരാളം സ്വത്തുക്കളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും സന്താനങ്ങളുണ്ടായിരുന്നില്ല. ദൈവസഹായം പിള്ളയുടെ അത്ഭുത പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ ദൈവികതയും കണ്ട് ആശ്ചര്യപ്പെട്ട ആരാച്ചാരും ഭാര്യയും അദ്ദേഹത്തിന് മുന്നിൽ തങ്ങളുടെ ദുഃഖം അവതരിപ്പിച്ചു. ആ പുണ്യാത്മാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്കൊരു ആൺകുഞ്ഞിനെ ലഭിക്കുമെന്ന് ഉറപ്പു പറയുകയും ചെയ്തു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ആരാച്ചാര്യയുടെ ഭാര്യ ഗർഭിണിയാവുകയും ഇത് ആരാച്ചാര്യയുടെ മനോഭാവം മാറ്റാൻ ഇടവരുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് ആ വേപ്പിൻ ചുവട്ടിൽ തന്നെ ഒരു ചെറിയൊരു ഓലപ്പുരയുണ്ടാക്കി അദ്ദേഹത്തിന് താമസിക്കുവാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ആ വേപ്പിൻ ചുവട്ടിലെ ഓലപ്പുരയിൽ നിന്നും അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളായ ക്യാപ്റ്റൻ ഡിലിനോയ്ക്കും മറ്റു വൈദികർക്കും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും കത്തുകൾ എഴുതുകയും തൻ്റെ ഭാര്യ ജാനകിപ്പൂ അമ്മാളിന് ദൈവസഹായം പിള്ളയെ വന്ന് കാണുവാനും സംസാരിക്കുവാനുള്ള സൗകര്യം ആരാച്ചാർ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. പിന്നീട് ആരാച്ചാരുടെ വസതിയിൽ നിന്നും രാമൻപുത്തൂരിലെ ജയിലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി എന്നാണ് ചരിത്രം പറയുന്നത്. പെരിയവേളയിലെ വേപ്പിൻ ചുവട്ടിലെ ഓലക്കുടലിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പുണ്യാത്മാവിന് തിരുക്കുടുംബത്തിൻ്റെ ദർശനമുണ്ടായി. നിറപ്പുഞ്ചിരിയോടുകൂടെ ഉണ്ണി യേശുവും പരിശുദ്ധ കന്യാമറിയവും വിശുദ്ധ യൗസേ പിതാവും അദ്ദേഹത്തെ ആശീർവദിച്ച് മടങ്ങിപ്പോവുകയുണ്ടായി. വടക്കൻകുളത്തെ തിരുക്കുടുംബ ദേവാലയത്തിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച ദൈവസഹായം പിള്ളയ്ക്ക് അതൊരു വലിയൊരു സന്തോഷമായിരുന്നു. തൻ്റെ സന്തോഷം വടക്കൻകുളത്തെ വികാരിയച്ഛന് അദ്ദേഹം കത്തെഴുതി അറിയിക്കുകയുണ്ടായി. പിന്നീടുള്ള ജീവിതത്തിൽ പലതരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും എല്ലാം സന്തോഷത്തോടെ സഹിക്കുവാനും തന്നെ പീഡിപ്പിച്ചവരെ സന്തോഷത്തോടെ സ്നേഹത്തോടുകൂടെ പെരുമാറുവാനും അദ്ദേഹത്തെ സഹായിച്ചത് ഈ ഒരു ദിവ്യ ദർശനമായിരുന്നു. ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കുന്ന സഹനം. അനേകം ആത്മാക്കളെ നേടിയ 7 മാസങ്ങൾ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല, ഒരു സുവിശേഷ പ്രഘോഷവും നടത്തിയിട്ടില്ല. പക്ഷേ സന്തോഷത്തോടെ ക്രിസ്തുവിൻ്റെ കുരിശ് ഏറ്റുവാങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്ന ഒരു പഴയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ബി കെയർഫുൾ, യു മേ ബി ദ ഓൺലി ഗോസ്പൽ എ പേഴ്സൺ മൈറ്റ് റീഡ് ഇൻ ദ എൻറ്റയർ ലൈഫ്. സോ ബി കെയർഫുൾ. നിങ്ങളുടെ ജീവിതമായിരിക്കും ഒരുപക്ഷെ ഒരാൾ വായിക്കാൻ സാധ്യതയുള്ള ഏക ഗോസ്പൽ. അതുകൊണ്ട് ബി കെയർഫുൾ. കാരണം ഇവിടെ വളരെ കെയർഫുള്ളായൊരു മനുഷ്യൻ ജീവിച്ചതുകൊണ്ട് ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തുവിനെ അറിയുന്നു. നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ദൈവസഹായത്തിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. മുട്ടടിച്ചാൻ പാറ. അദ്ദേഹത്തെ ഭാരതത്തിൻ്റെ മോശ എന്ന് വേണം നമ്മൾ വിളിക്കാൻ. കാരണം മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി അവർ ദാഹിച്ചപ്പോൾ അദ്ദേഹത്തിന് വടിയടിച്ചുകൊണ്ട് പാറ തുറന്ന് വെള്ളം ലഭിച്ചതുപോലെ ഇവിടെ ഇതാ വളരെ അത്ഭുതകരമായി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിന് മുട്ടൊന്നിടിച്ചപ്പോൾ സ്വർഗം അനുവദിച്ചു കൊടുത്ത സ്വർഗീയ ജലം ആ ഒരു പാറയിൽ നിന്ന് പൊട്ടിയൊഴുകയും ഇന്നും ആ അത്ഭുത ഉറവ അനേകർക്ക് രോഗശാന്തിക്കുള്ള കാരണമായി തീരുകയും ചെയ്തു. നമുക്കൊരു നിമിഷം മുട്ടടിച്ചാൻ പാറയിലെ ആ അത്ഭുത ഉറവയിലേക്കും ദേവാലയത്തിലേക്കും പോവാം. കൊടിയ പീഡനമാണ് ദേവസഹായ പിള്ളയ്ക്ക് അധികാരികൾ വിധിച്ചത്. അങ്ങനെ പീഡനകാലത്തിലെ ഒരു ദിവസം ക്യാപ്റ്റൻ ഡിലിനോയ് താമസിച്ചിരുന്ന ഉദയഗിരി കൊട്ടാരത്തിനടുത്തുള്ള പുലിയൂർക്കുറിച്ചി എന്ന കാട്ടിലൂടെ അദ്ദേഹത്തെ കൊണ്ടുവരികയായിരുന്നു. കഠിനമായ ചൂടും ദേഹത്തുള്ള എണ്ണമറ്റ മുറിവും കൊണ്ട് ദേവസഹായ പിള്ള വളരെയധികം ക്ഷീണിച്ചിരുന്നു. അങ്ങനെ ക്ഷീണിതനായ ദേവസഹായം പിള്ള ഭടന്മാർ ഒരു വലിയ പാറമേൽ വിശ്രമിക്കാൻ അനുവദിച്ചു. ആ പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ദാഹം കൊണ്ട് വലഞ്ഞ
ദേവസായപ്പിള്ള ഭടന്മാരോട് അല്പം വെള്ളം തരുവാൻ ആവശ്യപ്പെട്ടു. ഭടന്മാരാകട്ടെ അഴുക്കുചാലിൽ കെട്ടിക്കിടന്ന വെള്ളം ഒരു പൊട്ടിയ മൺചട്ടിയിലെടുത്ത് അദ്ദേഹത്തിന് കുടിക്കുവാൻ കൊടുത്തു. അദ്ദേഹമാട്ടെ വളരെ പുഞ്ചിരിയോടുകൂടെ ആ വെള്ളം സ്വീകരിച്ചു കുടിച്ചു. പക്ഷേ ആ വെള്ളത്തിന് അദ്ദേഹത്തിൻ്റെ ദാഹത്തെ ശമിപ്പിക്കാനായില്ല. അദ്ദേഹം വീണ്ടും വെള്ളം ചോദിച്ചു. പക്ഷേ സേവകർ അത് കേട്ട ഭാവം പോലും കാണിച്ചില്ല. പുറപ്പാടിൽ മോശയ്ക്ക് പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത അതേ തമ്പുരാൻ ദൈവസഹായം പിള്ളയുടെ ആ പ്രാർത്ഥനയും കേട്ടു. പ്രാർത്ഥനാപൂർവം മുട്ടിടിച്ച ദേവസഹായം പിള്ളയ്ക്ക് ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന പാറയിൽ നിന്ന് ഒരു ഉറവ പുറപ്പെട്ടു. അതിൽ നിന്ന് ദേവസഹായം പിള്ളയും സേവകരും വെള്ളം കുടിച്ച് തൃപ്തരായി. ഇന്ന് ഈ പാറ നിലകൊള്ളുന്ന സെൻറ്റ് മൈക്കിൾസ് ദേവാലയം കാറ്റാടി മല പോലെ തന്നെ അനേകം തീർത്ഥാടകർ എല്ലാ ദിവസവും വന്നു പോകുന്നു. ഈ അത്ഭുത നീരുറവയിൽ നിന്ന് വെള്ളം കുടിച്ച അനേകം പേർക്ക് രോഗശാന്തി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഷാലോമിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളുടെ വീട്ടിൽ എഴുതി വെക്കേണ്ട മറ്റൊരു വാക്കുകൂടിയാണ് മുട്ടടിച്ചാൻ പാറ. നിങ്ങളുടെ മക്കളുമൊത്ത് കുടുംബവുമൊത്ത് ഉറപ്പായി പോയി പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടേണ്ട ഇടം. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് മറ്റൊരു ലേ പേഴ്സണാണ്. തമിഴ്നാട്ടിൽ നിന്ന് ലേറ്റി സെക്രട്ടറി ഓഫ് ഡയസ് ഓഫ് കോട്ടാർ പ്രിയപ്പെട്ട മാർസലിൻ റൊജൂള വളരെ ആവേശത്തോടെ ഈ ഒരു വിശുദ്ധൻ്റെ ജീവിതം നടന്നു കണ്ട ആ ഒരു സ്ത്രീയുടെ വാക്കുകളിലേക്ക് നമുക്ക് നിമിഷം പോവാം. குறிப்பாக என்னுடைய சிறு வயது பிராயத்தில் என்னுடைய அம்மா அப்பா அவங்களோட அடிக்கடி லீவு நாட்களில் நாங்கள் அங்கு செல்வதுண்டு. அப்போ கட்டிச்சோரெல்லாம் கட்டிட்டு எடுத்துகிட்டு போய் அந்த திருத்தலத்தில் அமர்ந்து திருத்தலத்தை சுற்றி பார்த்துவிட்டு மேலே இந்த மணி அடிச்சாம்பாறை எங்கெல்லாம் போயிட்டு அவர் முட்டு ஊனி அந்த இடத்திலே வந்து உட்கார்ந்து சாப்பாடு சாப்பிட்டு அந்த இடத்திலே சிறிது நேரம் படுத்து உறங்கி ஓய்வெடுத்து விட்டு மாலை மங்கும் நேரத்தில் அங்கு திருப்பலி நிறைவேற்றப்படும் அந்த மலை வைத்து அந்த திருப்பலியில் பங்கெடுத்து விட்டு வீட்டுக்கு திரும்புவது வழக்கம். அப்போது அம்மா அப்பா அடிக்கடி இந்த புனிதரை பற்றி எப்போதும் எங்களுக்கு வந்து சொல்லிகிட்டே இருப்பாங்க. அந்த புனிதர் வந்து எப்படி ஒரு கடவுளிடம் வந்து அசைக்க முடியாத ஒரு நம்பிக்கை வைத்திருந்தார், அந்த நம்பிக்கை வந்து எங்களுடைய வாழ்க்கையிலும் வர வேண்டும் என்பதை வந்து எங்களுக்கு சொல்லி தந்திருக்காங்க, கற்றுத்தந்திருக்கிறார்கள். அதை நாங்கள் எங்களுடைய வாழ்க்கையில் பயன்படுத்தி இருக்கிறோம். மிகவும் குறிப்பாக சொல்ல வேண்டுமென்றால் தன்னுடைய சாவு பிறருக்கு வாழ்வாக அமைய வேண்டும், சாவிலும் வாழ்வு உண்டு அப்படிங்கிறத வந்து புனிதருடைய வாழ்க்கை வந்து எனக்கு கற்றுத்தந்ததாக நான் உணர்ந்திருக்கிறேன். அந்த பாதையிலே தடம் பதித்து நடக்க வேண்டும் என்பது என்னுடைய நீண்ட நாள் ஆவலாக இருந்திருக்கிறது. என்னுடைய வாழ்க்கையிலே நான் அதை கடைபிடிக்க முயற்சி செய்து வருகிறேன். പ്രിയപ്പെട്ട റൊജുള സഹോദരി, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സ്ട്രൈക്കായത് എങ്ങനെ ഈ സഹോദരിയുടെ മാതാപിതാക്കൾ വളരെ മനോഹരമായിട്ടൊരു വിശ്വാസം ഈ ഒരു സഹോദരിക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ബാല്യത്തിൽ തന്നെ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും മണിയടിച്ചാൻ പാറയിൽ മുട്ടടിച്ചാൻ പാറ എല്ലായിടത്തും കൊണ്ടുപോവുകയും ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുകയും പിന്നീട് ഇപ്പോൾ ആ സ്ത്രീ പറയുന്നു, ഈ സഹോദരി പറയുന്നു, എൻ്റെ മക്കൾക്കും അടുത്ത തലമുറയ്ക്കും നമ്മൾ ഇത് തന്നെ പകർന്നു കൊടുക്കും. ഇതാണ് ശരിക്കുള്ള തലമുറ കൈമാറുന്ന ക്രൈസ്തവ വിശ്വാസം. കുടുംബമാണ് ആദ്യത്തെ സഭ, ഗാർഹിക സഭ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നു. നമുക്ക് അച്ഛൻ തന്നെ തുടങ്ങാം. ഈ കുടുംബം, ഗാർഹിക സഭ, ശരിക്കും കുടുംബത്തിനാണല്ലോ കാറ്റഗിസം, ദ ഫസ്റ്റ് സ്റ്റെപ്സ് ഓഫ് അല്ലെങ്കിൽ ആദ്യത്തെ ലെസൺസ് അല്ല, നമ്മൾ മാതാപിതാക്കളുള്ള ആദ്യത്തെ ടീച്ചേഴ്സ്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലുള്ള ഒരു ക്രിസ്തീയ വിശ്വാസമാണ് ശരിക്കും നമ്മളെയൊക്കെ ഒന്നുകിൽ വൈദികരാക്കി മാറ്റിയിട്ടുള്ളതെന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു ചിത്രം, എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വന്ന് ഡാഡി ഒരു മെഴുതിരി കത്തിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുന്ന ചിത്രമാണ്. അത് ഇന്നും അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ് ആ ഒരു ചിത്രം. ഇന്നും അദ്ദേഹം അത് തുടരുന്നുമുണ്ട്. ചില സമയത്തെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്ന സമയത്ത് അതൊരു റിമൈൻഡറായിട്ട് ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ കാലഘട്ടത്തിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത്, നമ്മൾ ഒരുപക്ഷെ ഓവർടോൺ വിൻഡോയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. ചില സമയത്തെങ്കിലും അൺതിങ്കബിൾ ആയിട്ടുള്ളൊരു കാര്യം ഇന്നത്തെ കാലത്ത് ഒരു സോഷ്യൽ പോളിസി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഒരു സമയത്ത് നമുക്ക് മൊബൈൽ ഫോൺ എന്നുള്ള കാര്യം നമുക്ക് ക്ലാസ്സിൽ കൊണ്ടുപോകാനായിട്ടുള്ള അനുവാദമില്ല. ഇന്ന് ക്ലാസ് തന്നെ മൊബൈൽ ഫോൺ പറ്റില്ല. സോ അതൊരു അൺതിങ്കബിൾ ആയിട്ടുള്ളൊരു കാര്യം ഇന്ന് നോർമലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ അബോർഷൻ എന്നുള്ള കാര്യം ഒരു കാലത്ത് അൺതിങ്കബിൾ ആയിരുന്നു.
ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ള കാര്യം ഒരു കാലത്ത് അൺതിങ്കബിൾ ആയി. ബൈ ലോ കൊണ്ട് ബൈ ലോ കൊണ്ട് അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് എല്ലാ സമൂഹത്തിലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, മക്കളെ നമ്മൾ എപ്രകാരമാണ് കുടുംബത്തിൽ വളർത്തുന്നത്, നല്ല മാതൃക കൊടുത്തുകൊണ്ട് നല്ല ജീവിത സാക്ഷ്യം നൽകിക്കൊണ്ട് എങ്ങനെ വളർത്തുന്നു, അങ്ങനെയാണെങ്കിൽ മാത്രമേ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരുവുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്രെയിൻ ചെയ്യേണ്ട ഒരു കാര്യം, ശരിക്കും പറഞ്ഞാൽ ഒരു ഡേഞ്ചർ ഇന്നത്തെ കാലത്തുള്ള മാതാപിതാക്കൾക്കുള്ളത് ഒരു ഹെലികോപ്റ്റർ പാരൻറ്റിംഗ് ആണ്. നമ്മളിപ്പം ഒരു നോർമലായിക്കൊണ്ടിരിക്കുന്ന ടേമാണ് ഹെലികോപ്റ്റർ പാരൻറ്റിങ്. എപ്പോഴും മക്കളുടെ കൂടെ നടന്ന് അത് കൂടുതലൊരു പ്രൊട്ടക്റ്റിങ് അല്ലെങ്കിൽ കൂടുതലൊരു സെൽഫിഷ് മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കളെ എനിക്ക് തോന്നുന്നത് ഒരു അൺസർട്ടനിറ്റി പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ഏറ്റെടുക്കാനും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനും സാധിക്കൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ദൈവസഹായം പിള്ളയുടെ പാരൻസും അവരുടെ ഫാമിലിയൊക്കെ ചെറുപ്പത്തിലെ അങ്ങനെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ദൈവസഹായത്തെയും ജ്ഞാനപ്പൂരിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ജോൺ പോൾ രണ്ടാമൻ ജീവിതത്തിലെ ഭയങ്കര രസകരമായ അനുഭവമാണ്. ജോൺ പോൾ രണ്ടാമൻ വിശുദ്ധരായതിനു ശേഷം ആദ്യമായിട്ട് തിരിച്ച് പോളണ്ടിലേക്ക് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അദ്ദേഹം വീട്ടിലേക്ക് പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഓൾറെഡി മാതാപിതാക്കൾ, അമ്മ ബാല്യത്തിലേ പോയി, അപ്പൻ പിന്നീട് സെമിനാരിൽ ചേർന്നതിന് മുമ്പ് തന്നെ പോയി, ജ്യേഷ്ഠനും എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഈ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് പ്രത്യേകിച്ചൊരു മുറി ചെന്നപ്പോഴത്തേക്ക് ജോൺ പോൾ രണ്ടാമൻ അങ്ങ് മുട്ടുകുത്തി കൈയൊക്കെ കൂപ്പി നിന്ന് കരയുകയാണ്. അപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു, ഇതായിരുന്നോ നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനാ മുറി? അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ പറയുകയാണ്, ഇത് പ്രാർത്ഥനാ മുറിയല്ല, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കിടപ്പ് മുറിയായിരുന്നു. ഇതായിരുന്നു അവരുടെ അൾത്താര. ഈ മുറിയിലാണ് ഞങ്ങൾ ജനിച്ചത്, ഈ അൾത്താരയിലാണ് ഞങ്ങൾ ജനിച്ചത്. ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കാറ്റഗിസം സ്കൂൾ. ഇവരായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇവരായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കാറ്റഗിസം ടീച്ചേഴ്സ്. നമുക്ക് എന്തായാലും നമ്മുടെ കൂടെയുള്ള അപ്പനോട് ഒരു ചോദ്യം ചോദിക്കാം. ഈ ഒരു കുടുംബം ഗാർഹിക സഭ എങ്ങനെ മാതാപിതാക്കൾ വെട്ടമുള്ള ദീപങ്ങളായി മാറണം, എങ്ങനെ മക്കൾക്ക് ആദ്യപാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം? യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ കരുതലും കരുണയും ഉള്ളവരായിട്ട് കുട്ടികളെ വളർത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു 30 വർഷം മുമ്പ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ സൗകര്യങ്ങളോ അല്ലെങ്കിൽ സാങ്കേതികവിദ്യയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മനുഷ്യർ തമ്മിലുള്ള അയൽപക്ക ബന്ധങ്ങൾ തമ്മിലൊക്കെ കുറച്ചുകൂടെ അടുപ്പം ഉണ്ടായിരുന്നു. അതിനൊക്കെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നതിലും അവർ കാണേണ്ടത് നമ്മൾ സ്നേഹിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ പതിയും, അവരുടെ ബുദ്ധിയിൽ പതിയും. പക്ഷേ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അത് പതിയുന്നത്. ഹൃദയത്തിൽ പതിഞ്ഞ പാഠങ്ങൾ ഒരിക്കലും മറന്നുപോവില്ല. കുടുംബമാണ് എല്ലാ വിശുദ്ധനെയും വിശുദ്ധയെയും എല്ലാം ജനിപ്പിച്ചത്. പ്രിയപ്പെട്ടവർ, ഇനി നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് വാഴ്ത്തപ്പെട്ട ദൈവസഹായത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായ അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ച മണിയടിച്ചാൻ പാറ, കാറ്റാടി മലയിലുള്ള മണിയടിച്ചാൻ പാറ എന്ന ഏറ്റവും വിശുദ്ധമായ സ്ഥലത്തേക്കാണ്. നമുക്കതിൻ്റെ വിഷ്വൽസിലേക്ക് ഒരു നിമിഷം പോകാം. ദൈവസഹായം പിള്ള കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അവസാനമായി പ്രാർത്ഥിച്ച പുണ്യമായ സ്ഥലമാണിത്. ഗാഢമായ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിൻ്റെ കൈമുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെയും പാടുകൾ ഈ പാറയിൽ പതിയുകയുണ്ടായി. അത് നമുക്ക് ഇന്നും വളരെ വ്യക്തമായിട്ട് തന്നെ കാണുവാൻ സാധിക്കും. അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭടന്മാർ ദൈവസഹായം പിള്ളയെ കാറ്റാടി മലയിലെ ഈ പാറയുടെ മുകളിൽ കൊണ്ടുവന്നു. അധികാരി അനുവാദം കൊടുത്തപ്പോൾ ഭടന്മാർ നിറയൊഴിച്ചു. 3 വെടിയുണ്ടകൾ ഏറ്റിട്ടും അദ്ദേഹം മരിച്ചില്ല. അധികാരി വീണ്ടും വെടിവെക്കുവാൻ അനുവാദം കൊടുത്തു. തുടർന്ന് വെച്ച 3 വെടിയുണ്ടകളിൽ 2 എണ്ണം കൊണ്ട് അദ്ദേഹം എൻ്റെ യേശുവേ, എൻ്റെ അമ്മേ എന്ന പ്രാർത്ഥനയോടുകൂടെ നിലത്തേക്ക് പതിച്ചു. ആണ്ട് ജാനുവരി മാസം 14-ാം തീയതി യേശുക്രിസ്തുവിൻ്റെ 5 തിരുമുറിവുകൾക്ക് സദൃശ്യമായി 5 വെടിയുണ്ടകളേറ്റ രക്തസാക്ഷി ദൈവസഹായം പിള്ളയുടെ ദിവ്യശരീരം കടന്ന പുണ്യഭൂമിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തെ വെടിവെച്ചിട്ട് പട്ടാളക്കാർ നരികൾ കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തിൻ്റെ ശരീരം ഇവിടെ ഉപേക്ഷിച്ചു പോയി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും സഹയാത്രികരായ വൈദികരും അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ എടുത്ത് കോട്ടാറിലെ ഫ്രാൻസിസ് സേവിയർ കത്തീഡ്രലിൽ കൊണ്ടുപോയി സംസ്കരിച്ചു.
ദൈവസഹായം പിള്ളയെ ഭടന്മാർ വെടിവെച്ചിട്ടു. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ശരീരം വിട്ടു പിരിഞ്ഞ സമയം ഒരുപക്ഷെ പ്രകൃതി പോലും വേദനിച്ചിട്ടുണ്ടാകാം. ആ സമയം അദ്ദേഹത്തിൻ്റെ ശിരസ് കടന്ന ഈ മലയുടെ പിൻഭാഗത്തു നിന്നും ഏതാനും പാറകൾ അടർന്നു വീഴുകയുണ്ടായി. അങ്ങനെ വീണപ്പോൾ ഒരു വെങ്കല മണിനാദം ഉണ്ടായി എന്നും അത് ഗ്രാമങ്ങൾക്കതീതം അത് കേട്ടു എന്നും ചരിത്രം പറയുന്നു. അങ്ങനെ അടർന്നു വീണ ഏതാനും പാറകൾ ഇന്നും ഇവിടെ ഈ കാറ്റാടിമലയിലുണ്ട്. കൗതുകമെന്ന് വെച്ചാൽ ഈ മലയിലുള്ള മറ്റു പാറകൾക്കൊന്നും ഇതേ സവിശേഷത ഇല്ല എന്നാണ്. ഇതിനെ മണിയടിച്ചാൻ പാറ എന്നാണ് അറിയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജീവിതം, പ്രത്യേകിച്ച് ഈശോയുടെ മരണവുമായിട്ട് ഒത്തിരിയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധനായ ദൈവസഹായത്തിൻ്റെ മരണവും. കാരണം അദ്ദേഹത്തെ വധിക്കുന്നതിന് തൊട്ടു മുമ്പായി അദ്ദേഹം ഭടന്മാരോട് പ്രാർത്ഥിക്കാനായിട്ട് അനുവാദം ചോദിക്കുന്നുണ്ട്. മനോഹരമായ ചെറിയൊരു നിശബ്ദമായ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം തന്നെ പറഞ്ഞു, എന്നെ കൊന്നുകൊള്ളൂ. കൊല്ലുന്നതിന് തൊട്ടും അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യേശുവേ, എൻ്റെ യേശുവേ, എന്നെ രക്ഷിക്കണമേ. ശരിക്കും ഈശോ പിതാവെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതൊക്കെ പറഞ്ഞ പോലെയാണ് അദ്ദേഹം മരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശവശരീരം അവർ പാറയുടെ താഴേക്ക് തന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. നരികളും വന്യമൃഗങ്ങളും കടിച്ചു തീർത്തിട്ട് അവശേഷിച്ച എല്ലും കഷ്ണങ്ങൾ മാത്രമാണ് പിന്നീട് അദ്ദേഹത്തിന് അനുയായികൾക്കും വൈദികർക്കും ലഭിച്ചത്. അത് പിന്നീട് കൊട്ടാർ രൂപതയുടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിൽ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും പോകേണ്ട അനുഗ്രഹീതമായ സ്ഥലമാണ് ഈ കാറ്റാടിമല. ഞാൻ ജീവിതത്തിൽ പലതവണ പോയിട്ടുണ്ട്. മനോഹരമായ സ്ഥലം. ശരിക്കും ആ ഒരു കാറ്റിന് പോലും വിശുദ്ധിയുടെ മണമുണ്ട്. ആ ഒരു കാറ്റ് പോലും നമ്മുടെ വിശ്വാസത്തെ കത്തിജ്വലിപ്പിക്കും. വളരെ ശാന്തമായൊരു സ്ഥലം, മനോഹരമായൊരു നിത്യാരാധന ചാപ്പലുണ്ട്, വലിയൊരു പള്ളിയുണ്ട്. അവിടെ ആ ഒരു മരത്തണലിരിക്കുമ്പോൾ തന്നെ ആ വിശുദ്ധൻ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സഹനത്തെ, നമ്മുടെ ഈശോയിലേക്ക് കൂടുതലായിട്ട് വലിച്ചെടുപ്പിക്കും. ഉറപ്പായിട്ടും കുടുംബം ഒന്നിച്ച് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണത്.